ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഇന്നത്തെ റെസിപ്പി പൈനാപ്പിൾ കൊണ്ടാണ് തയ്യാറാക്കുന്നത്. നമ്മൾ പഴംപൊരി ഉണ്ടാക്കാറില്ലേ, അതേപോലെ നമുക്ക് പൈനാപ്പിളും കൂടി ഒന്ന് പൊരിച്ചെടുത്ത് നോക്കിയാലോ? എങ്കിൽ വായോ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പൈനാപ്പിളാണ്. തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 നുള്ള് മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടിയും ചേർത്ത് കുറേശ്ശെ വെള്ളം കൂടി ചേർത്ത് ഇതുപോലെ ഇങ്ങനെ ലൂസ് ബാറ്ററാക്കി എടുക്കാം. ഒരുപാട് ലൂസ് ആവരുത്. മധുരം സ്വല്പം കുറവുള്ളത് കൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പൊരിക്കാനുള്ള തയ്യാറെടുപ്പെടുക്കാം. അതിന് വേണ്ടി ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ പൈനാപ്പിൾ ഓരോന്നും നമ്മുടെ ഈ ഒരു ബാറ്ററിലേക്ക് ഇട്ട് മുക്കിയിട്ട് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല സ്വീറ്റും അതേപോലെ ടാങ്കി ആയിട്ടുള്ള പൈനാപ്പിൾ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ടെക്സ്ചർ എന്ന് ചെറിയൊരു സ്വീറ്റ്നെസ്സും ഉണ്ട്, അതേപോലെ ഒരു പൈനാപ്പിളിൻ്റെ ആ ഒരു ടാങ്കി ടേസ്റ്റ് നമുക്കതിൽ കിട്ടും. അപ്പോൾ എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മാക്സിമം ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.